ഹായ് ഓൾസോ ഇത് എൻ്റെ 2024 ഒരു ചെറിയ ജേർണി ഒക്കെ ആയിരുന്നു. 2024 വാസ് ഫുൾ ഓഫ് സർപ്രൈസസ്, റിയലൈസേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റിങ്. ഒബ്വിയസ്ലി ഒരിക്കലും ഒരു പ്ലാൻ പേഴ്സൺ അല്ല കേട്ടോ എൻ്റെ ലൈഫിൽ. എല്ലാം അൺസർട്ടൺ ആയിട്ട് ഞാനൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ കൈൻഡ് ഓഫ് പേഴ്സണാണ്. ഒരുപാട് നല്ല മെമ്മറീസ് ആൻഡ് എന്താ പറയുക, ഈ ഇയർ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആൻഡ് ബീയിങ് ഇറ്റ്സ് അബൌട്ട് ഹെൽത്ത് ആൻഡ് മൈ ഫ്രണ്ട്ഷിപ്പ്. ഈ പേഴ്സൺസൊക്കെ എൻ്റെ ലൈഫിൽ ഒരിക്കലും വേറെ ആര് വന്നാലും ഇവരൊന്നും ഇല്ലാത്തൊരു ലൈഫുണ്ടല്ലോ, ഇറ്റ്സ് ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് ലൈഫ് സംടൈംസ് ഇറ്റ്സ് സോ സർപ്രൈസിങ്. ഓരോ പേഴ്സൺസും ഭയങ്കര ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു 2024 ആൻഡ് ഒരുപാട് ട്രാവൽസ് ആൻഡ് ടൈമിങ്, ലൈക്ക് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഷീസ് കൃഷ്ണ ആക്ച്വലി ആൻഡ് ദിസ് ഇസ് രേഷ്മ. ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ്. ആൻഡ് കൃഷ്ണ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും എൻ്റെ ഒപ്പം നിന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മളെല്ലാവരും പറയില്ലേ, ലൈഫിലിപ്പോൾ എത്ര മണിയാണെങ്കിലും ഐ ഡോണ്ട് കെയർ, ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കും, ഞാൻ പറയണ എന്തും ഇരുന്ന് കേൾക്കും എന്ന് പറയുന്നൊരു പേഴ്സണാണ് അവൾ. ആൻഡ് വി ഡോണ്ട് നോ, ലൈഫ് ഇസ് ഓൾ ഓഫ് സർപ്രൈസസ്. ആൻഡ് ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ, വിദ്യാധിരാജ എന്നാണ് അവൻ്റെ പേര്. ആൻഡ് അവൻ അങ്ങനെ 2024 വാസ് എ ഗുഡ്. പക്ഷേ സംടൈംസ് ലൈഫ് എപ്പോഴും അടിപൊളിയായിരിക്കില്ലല്ലോ അല്ലേ. കുറേയും നല്ല ദിവസങ്ങളുണ്ടായിരുന്നു, കുറേയും ഭയങ്കര ഡൗൺ ഫേസസ് ഉണ്ടായിരുന്നു. ആൻഡ് മൈ അമ്മ വാസ് ഓൾവേസ് ദെയർ ഫോർ മീ. എൻ്റെ അമ്മ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇത്രയും മക്കളെ ട്രസ്റ്റുള്ള അമ്മമാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എന്ത് ഞാൻ ചെയ്താലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, നിൻ്റെ ഇഷ്ടം പോലെ എന്ന് മാത്രമേ എൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ളൂ. ഷീ നെവർ ഇൻ്റർഫിയർ ടു മച്ച് ഇൻ മൈ ലൈഫ്. ലൈക്ക് നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒരമ്മയാണ് എനിക്ക് എൻ്റെ ലൈഫിലുള്ളത്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഇൻ മൈ ലൈഫ്, ലൈക്ക് എ ഗ്രേറ്റ് സപ്പോർട്ട് സിസ്റ്റം. ആൻഡ് എന്താ പറയുക, അമ്മ ഈസ് മോർ ലൈക്ക് എൻ്റെ ഒരു മോളെപ്പോലെയും കൂടെയാണ് എൻ്റെ അമ്മ. ഷീ ഈസ് സോ ക്യൂട്ട് ആൻഡ് ഷീ വാസ് ഓൾവേസ് ബീൻ ദെയർ ഫോർ മീ. ആൻഡ് പിന്നെ കുറേ ട്രാവൽസാണ്. ഞാൻ മുംബൈയിലേക്ക് 2024 ട്രാവൽ ചെയ്തു. മുംബൈ ഈസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുംബൈക്ക് പോകുന്നത്. എന്താണെന്നറിയില്ല, ആ സിറ്റിയിൽ ഒരുപാട് കാഴ്ചകൾ എന്നെ എന്താ പറയുക, സ്റ്റക്ക് ചെയ്ത് ആ പ്ലേസിൽ നിർത്തിയിട്ടുണ്ട്. അവിടുത്തെ തിരക്കുകളാണെങ്കിലും അവിടെ കാണുന്ന ഓരോ കാഴ്ചകളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ് കേട്ടോ മുംബൈ. എനിക്ക് ഇനിയും ട്രാവൽ ചെയ്ത് മുംബൈക്ക് പോകാൻ പറ്റുമെങ്കിൽ ഐ വിൽ ഓൾവേസ് ഗോ. ഇതെൻ്റെ രണ്ടാമത്തെ ട്രാവലാണ് കേട്ടോ. 2023 ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട്. സോ മുംബൈ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലേസാണ്. ആൻഡ് എൻ്റെ ഫാമിലി ഒരുപാട് ഷൂട്ട് ചെയ്തു.
മാരേജ് ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് രാഹുൽ. ഇങ്ങനെ ഒരുപാട് പേഴ്സൺസിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് യാ 2024 ഇസ് ബേസിക്കലി നല്ല ഇയർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതിലത്തെ ഓക്കെ ഇയർ ആയിരുന്നു. നല്ല ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആൻഡ് ഡൗൺ ഫേസസ് വാസ് സോ മച്ച്. ആൻഡ് പുതിയ കാര്യങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പുതിയ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ആൻഡ് എന്താ പറയുക, ആൻഡ് ദിസ് ഈസ് അനുക്കുട്ടി കേട്ടോ. അനുക്കുട്ടിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവളുടെ ഒപ്പം ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് മോർ ലൈക്ക് ഒരു സിസ്റ്ററാണ്. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്റ്റേജിൽ കയറി അങ്ങനെ. സോ അതാണ് പെർഫോമൻസ്. ആൻഡ് ഈ ഇയറിലാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അതെങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് വിൽ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ഗെറ്റ് ദെയർ. സോ എന്നാലും അത് തുടങ്ങി വെക്കാൻ എനിക്ക് സാധിച്ചു ഈ ഇയറിൽ. ഭവനി നൃത്യ എന്നാണ് എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പേര്. ആൻഡ് ഐ എം സോ ഹാപ്പി. പക്ഷേ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് അതിലേക്ക്, എന്നാലാണ് അത് കുറച്ചുകൂടെ ആക്റ്റീവായി പോകുള്ളൂ. അതെനിക്കും അറിയാം. ആൻഡ് ഇതിൻ്റെ മോർ അപ്ഡേറ്റ്സ് ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വരുന്ന ഇയേഴ്സിൽ തരുന്നതായിരിക്കും. ആൻഡ് 2024 ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും സാധിച്ചു. ദാറ്റ് ഈസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനും എനിക്ക് സാധിച്ചു. ആൻഡ് എനിക്കിപ്പോൾ ഒരു അറൗണ്ട് 8 സ്റ്റുഡൻസാണ് ഉള്ളത് ഡാൻസ് ക്ലാസ്സിൽ. അതിനിയും കൂടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് നന്നായി വിദ്യ പകർന്നു കൊടുക്കാനും എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭാവനി നൃത്യം അന്നത്തെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അന്ന് വന്നു, അതിൻ്റെ ഒരു പാർട്ടായി. ലൈഫ് ഇസ് സോ മച്ച് ഓഫ് സർപ്രൈസസ് അല്ലേ. ഇതെൻ്റെ കസിൻസിൻ്റെ കുറേ പേരുടെ മാരേജ് ഉണ്ടായിരുന്നു, ക്ലോസ് പീപ്പിൾസിൻ്റെ. ലോട്ട് ഓഫ് മാരേജസ് ട്ടോ. നമ്മൾ അഡൽട്ട് ഹുഡിൽ കിടന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വന്നു. കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ. അവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. ചിലതിന് പോകാൻ സാധിച്ചില്ല കുറേ കാര്യങ്ങൾ കാരണം. പക്ഷേ എവറിതിങ് വാസ് ഗുഡ്. ഒരുപാട് പുതിയ മനുഷ്യരെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആളുകളോട് സംസാരിക്കാൻ, അവരുടെ കഥകൾ കേൾക്കാൻ. ആൻഡ് ദർ ആർ മെനി കോൺസ്റ്റൻറ്റ് പീപ്പിൾ ലൈക്ക് ഹർ. വർഷങ്ങളായിട്ട് പരിചയമുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും. ആൻഡ് ഷീസ് എൽഡർ, പക്ഷെ ഞാൻ അവളെ പേരാട്ടോ കൂടുതലും വിളിക്കാൻ. ആൻഡ് ഒരുപാട് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഞാൻ ഇതുവരെ സ്റ്റാൻഡപ്പിന് പോയിട്ടില്ലായിരുന്നു. ദിസ് വാസ് മൈ ഫസ്റ്റ് സ്റ്റാൻഡപ്പ് വിത്ത് ദിസ് പീപ്പിൾ. ആൻഡ് പിന്നെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ എനിക്ക് വെറുതെ ഇഷ്ടമാണ്. ഇങ്ങനെ ഒച്ചയും ഒന്നുമില്ലാതെ അവിടെ ഇങ്ങനെ പീസ്ഫുള്ളി പല സ്ഥലത്തും പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ കല്യാണി ഈസ് സംതിങ് ഗുഡ് ഹാപ്പൻ ടു മീ ദിസ് ഇയർ. സോ കല്യാണീനെ എപ്പോഴും കാണാൻ പോവും. ആൻഡ് പിന്നെ വീട്ടിലെല്ലാവരുമായിട്ടുള്ള ട്രാവൽസ് ആൻഡ് അവരുടെ ഒപ്പമുള്ള സമയം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ ഒപ്പമുള്ള ടൈം ഇസ് സോ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കറിയാം. പിന്നെ ചേച്ചിയും കല്യാണിയും ഒക്കെ ആയിട്ടുള്ള സമയവും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻ്റ് അല്ലേ. നിങ്ങൾ തന്നെ വീഡിയോസ് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. കല്യാണി ഈസ് സോ മച്ച് ഓഫ് സർപ്രൈസസ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാം അവളുടെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ആൻഡ് ഷീ ഈസ് എ ബോൺ ഫൈറ്റർ. അവളുടെ സ്റ്റോറി ഉണ്ട്, ഞാനൊരു ദിവസം അവളുടെ സ്റ്റോറി പറയാം. വിച്ച് വിൽ ബി
so good and so inspiring. And yeah, this is a short run of my 2025. My 2024 is full of surprises and full of realizations, and there was many mixed emotions. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഹിറ്റ് ചെയ്ത ഒരു ഇയർ കൂടെയായിരുന്നു. ബട്ട് ഐ എം someone always looking forward. So I am holding on to 2025 for more journey here.